ഹായ് ഫ്രണ്ട്സ്, ദിയക്കുട്ടി സ്കൂളിൽ പോയിട്ടോ. ഇതെന്റെ അപ്പച്ചിയുടെ വീടാണ്. അപ്പച്ചിയുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് ഉണ്ട്, ഒരു ചെറിയ ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. അതിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച ഒരുപാട് മീൻ ചത്തുപോയി. ആ ഉണ്ടായിരുന്ന മീനുകൾ അത്രയും ചത്തുപോയി. അപ്പച്ചിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ പുതിയത് ഇന്ന് വീണ്ടും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഫിഷ് ടാങ്കിലോട്ട് ഇടാൻ പോകാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ ഫിഷ് ടാങ്കാണ് കേട്ടോ, വലിയ ഫിഷ് ടാങ്കൊന്നും അല്ല, ചെറുതാണ്. ഗോൾഡൻ ഫിഷ് അല്ലേ, ഗോൾഡൻ ഫിഷാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. നേരത്തെ അവസാനം ചത്തു പോകുമ്പോൾ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു മീനും കൂടെ ഉണ്ടായിരുന്നു. അതിനെ കൊത്തി അതിനെ ആ വലിയ ഫിഷ് ഗോൾഡൻ ഫിഷ് ഉണ്ടല്ലോ, കൊത്തി അതിനെ കൊന്നു. ലാസ്റ്റ് മറ്റത് ചത്തു. ഇപ്പോൾ പുതിയതിനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതും കാണിച്ചു തരാം. അപ്പച്ചി ഇത് എത്ര നിറയണം വെള്ളം? വെള്ളം ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹോസ് വഴി അടിച്ചിട്ട് വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം പകുതി നിറയണം. മുക്കാലും നിറയണം. കുറെ പെബിൾസും കുറെ ട്രീസൊക്കെ പോലെ സംഭവങ്ങളൊക്കെ അപ്പച്ചി അതിൻ്റെ അകത്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ദിയക്കുട്ടി ഇവിടെ വരുമ്പോഴൊക്കെ ഇതിൻ്റെ അകത്ത് എത്തി നോക്കാറൊക്കെ ഉണ്ട്, മീനുകളൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസം, നല്ല റോഡി കളിക്കാനാണ്. ചത്തുപോയപ്പോൾ അപ്പച്ചിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ വീണ്ടും ഒന്നേന്ന് സെറ്റ് ചെയ്തേക്കാണ്. ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു, മീനുകൾ ഇന്ന് പുതിയതായിട്ട് വാങ്ങിയിട്ടൊക്കെയാണ്. വെള്ളം നിറഞ്ഞിട്ടേ നമുക്ക് ബാക്കി മീനുകളെ ഇടാൻ പറ്റുള്ളൂ. അതിൽ ഏകദേശം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറെ പെബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല കളറാണ്. നല്ല രസമാണ് അതിനകത്ത് കാണാൻ. ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല സംഭവമാണ്. നമുക്കിനി ഈ മീനിനെ എങ്ങനെ ഇടണമെന്ന് വേണം. ഇപ്പം ബക്കറ്റിലാക്കി വെച്ചേക്കാണ് അപ്പച്ചി. അതിനെ ഓരോന്നിനായിട്ട് ചാടിപ്പോവാതെ വലയിലാക്കി ഓരോന്നിനായിട്ട് ഇതിനകത്തിടണം. ഒരെണ്ണം അതിനകത്താക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തതാണ്. അതിനെ പിടിച്ച് അതിനകത്താക്കിയിട്ടുണ്ട്. അടുത്ത് മൂന്നാമത്തത് ഫിഷ് ടാങ്കിനകത്തോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ബാക്കി 4 പേരും ഇതിനകത്തോട്ടായിട്ടുണ്ട്. ഇനി അവർ ഇതിനകമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വന്ന് ഓടിക്കളിക്കണം, എന്നാലേ അവര് ഇതുമായിട്ട് ഫിഷ് ടാങ്കുമായിട്ട് ഒന്ന് ഇതാവുള്ളൂ. അപ്പോൾ ഓക്കെ ആയി. ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മീനെല്ലാം ഒരു സൈഡിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4 പേരാണ് ഇപ്പോൾ ഉള്ളത്. 4. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിലെ കുഞ്ഞു ഫിഷ് ടാങ്ക്. കുഞ്ഞു മീനുകളൊക്കെ എല്ലാവരും കണ്ടല്ലോ. 4 പേരേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. അവിടെ എടുത്തു തരാൻ വേണമെങ്കിൽ കൊണ്ടുപോയി ഇതാണ് നമ്മളെ മിലിക്കുട്ടി. സൈക്കിളിന്റെ വണ്ടേരമ്മ കൊച്ചുണ്ട് മഞ്ഞ എടുത്തു തരുമോ എടുത്തു തരുമോ
ഈ ആ കളർ നമ്മുടെ മെൽക്കുട്ടിയാണ് ഓടി കളിക്കുകയാണ്. എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്. നമ്മളവിടുത്തെ കുട്ടുവിനെ പോലെ പിന്നെ അത് പട്ടിയെ കണ്ടിട്ട് കുട്ടിയാണ് സീനമേരെ നിക്കണില്ല. അല്ല പുതിയ സ്ഥലത്ത് വന്നില്ലേ അതിന്റെ ഈ യൂണിഫോം ഇട്ടിക്കണോണ്ട് തോന്നണേ. സുന്ദരിയെ എവിടെ വന്ന് സുന്ദരിയെ സുന്ദരി 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 ബാവേ കോപം വന്നാച്ചി മിലിക്ക് കോപം വന്നാച്ചി മിലി വന്നില്ല വന്നില്ല അയ്യോ ബോധം കേട്ടാ തളന്ന് കിടക്കട്ടെ കിടക്കല്ലേ കിടക്കട്ടെ. തളർന്നുപോയി, വിഷം വയറ് വീത്ത് പോയി. നീ ഇനി ഇളക്കരുത്. പോവാ മക്കളെ പോവാ പോവാ തളർന്നുപോയി. ബിസ്ക്കറ്റ് തിന്നില്ലേ? അതും കൂടെ അകത്താക്കിട്ട് വന്നാ പോരെ? അതൊക്കെ കഴിച്ചത് ഇവിടെ അതോ തെറിച്ചൊക്കെ പോണ് കഴിക്കുന്നത്. നീ അതെടുത്ത് കൊടുത്തോ തറയിട്ട്. എന്തായാലും പോയി കുറച്ച് വ്യാസ്റ്റും കൂടെ എടുത്ത് അയ്യോ പാവോ. ലൈക്ക് തരിക. അപ്പൊ പോയിട്ട് വരാം. മിലി ടാറ്റ. മിലിക്കുട്ടി മിലിക്കുട്ടി ഓ ഇടാൻ പറ്റിയ ചെരുപ്പ്. ഞാൻ ചെരുപ്പിട്ടുണ്ടോ? ഞാൻ ചെരുപ്പിട്ടുണ്ടോ? എന്റെ ചെരുപ്പ് തന്നിട്ടയാ? എന്റെ ചെരുപ്പ് ഞാൻ തന്നിട്ടേ കഴിഞ്ഞ് ഞാൻ ചെരുപ്പിട്ടുണ്ടോ? മാറ്റി ചെരുപ്പ് തരുമോ? ഞാൻ പോണ്ടേ? എടി നിന്നെ കൊണ്ട് പറ്റൂല. അതിന് നമ്മളെ മിലിക്കുട്ടി പോവാണ്. അമ്മ അങ്ങനെ നമ്മുടെ മിലി പോയി.